കനക് പുസ്തകങ്ങളിൽ കോണ്ടാക്റ്റുകൾ സൃഷ്ടിക്കാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കോണ്ടാക്റ്റുകൾ എങ്ങനെ ഇറക്കുമതി ചെയ്യാമെന്നും കയറ്റുമതി ചെയ്യാമെന്നും ഇത് നിങ്ങൾക്ക് കാണിച്ചുതരും. കോണ്ടാക്ട് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഡ്രോയറിൽ നിന്ന് കോണ്ടാക്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കനക് പുസ്തകങ്ങളിൽ ചേർത്ത കോണ്ടാക്റ്റുകളുടെ പട്ടിക നിങ്ങൾക്കിവിടെ കാണാം. കോണ്ടാക്ട് ഫോമിലേക്ക് നീങ്ങാൻ പുതിയ കോണ്ടാക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉപഭോക്താവിതരണക്കാരൻ അല്ലെങ്കിൽ രണ്ട് പേരുടെയും ഒരു കോണ്ടാക്ട് സൃഷ്ടിക്കാൻ കോണ്ടാക്ട് ടൈപ്പ് ഫീൽഡ് ഉപയോഗിക്കുക. പേര് പോലുള്ള നിർബന്ധിത ഫീൽഡുകൾക്ക് മൂല്യങ്ങൾ നൽകുക. നിങ്ങൾക്ക് പ്രാഥമിക കോണ്ടാക്റ്റിന്റെ വിശദാംശങ്ങളും നൽകാം. GST വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ താഴേക്ക് നീങ്ങുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപഭോക്താവിന് ഒരു ക്രെഡിറ്റ് പരിധി നിശ്ചയിക്കാം. ഉപഭോക്താവിന് ബാധകമായ വ്യത്യസ്ത GST ചികിത്സകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത ചികിത്സ അനുസരിച്ച് നിർബന്ധിത ഫീൽഡുകൾ മാറുന്നു. നികുതി ഇളവുകൾ കോണ്ടാക്റ്റിനും ബാധകമാക്കാം. കോണ്ടാക്റ്റിനായുള്ള ബില്ലിംഗും ഷിപ്പിംഗ് വിലാസവും പൂരിപ്പിക്കുന്നതിന് വിലാസ ടാബിലേക്ക് നീക്കുക. കോണ്ടാക്ട് പേഴ്സൺസ് ടാബിൽ നിന്ന് പുതിയ കോണ്ടാക്റ്റുകൾ ചേർക്കാൻ കഴിയും. വിശദാംശങ്ങൾ പൂരിപ്പിക്കുന്നതിന് ആഡ് കോണ്ടാക്ട് പേഴ്സൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കേതെങ്കിലും ഇഷ്ടാനുസൃത ഫീൽഡുകൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയുടെ മൂല്യങ്ങൾ ഇഷ്ടാനുസൃത ഫീൽഡുകൾ ടാബിൽ പൂരിപ്പിക്കാൻ കഴിയും. കമന്റ്സ് ടാബിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്റ്റിനായി കമന്റ്സ് ചേർക്കാൻ കഴിയും. കോണ്ടാക്ട് സേവ് ചെയ്യാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളെ പുതുതായി ചേർത്ത കോണ്ടാക്റ്റിനായുള്ള സ്പ്ലിറ്റ് വ്യൂവിലേക്ക് കൊണ്ടുപോകും. കോണ്ടാക്റ്റിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. എഡിറ്റിംഗിനായി കോണ്ടാക്റ്റ് തുറക്കാൻ എഡിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത ഉപഭോക്താവിനായി ഉപഭോക്തൃ പോർട്ടൽ ക്രമീകരിക്കാൻ പീപ്പിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഉപഭോക്താവിന്റെ കോണ്ടാക്റ്റുകൾ ഇവിടെ പട്ടികപ്പെടുത്തും. നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വ്യക്തിക്കെതിരെ ചെക്ക് ബോക്സ് പരിശോധിക്കാനും പോർട്ടലിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിനൊരു പാസ്വേഡ് നൽകാനും കഴിയും. കോണ്ടാക്റ്റ് ഇല്ലാതാക്കാനോ നിർജ്ജീവമാക്കാനോ കൂടുതൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് വ്യൂ അടച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് വ്യൂവിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയും. ഇവിടെ നിന്ന് ഒന്നിലധികം കോണ്ടാക്റ്റുകളിൽ നിങ്ങൾക്ക് ചില ബൾക്ക് പ്രവർത്തനങ്ങൾ നടത്താം. കോണ്ടാക്റ്റ് നിർജ്ജീവമാക്കാനോ സജീവമാക്കാനോ കോണ്ടാക്റ്റ് വരിയുടെ വലതുവശത്തുള്ള ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കനക് ബുക്കുകളിലേക്ക് കോണ്ടാക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് കോണ്ടാക്റ്റുകൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. CSV അല്ലെങ്കിൽ XLS ഫോർമാറ്റിൽ ഇറക്കുമതി ചെയ്യാൻ ഫയൽ തിരഞ്ഞെടുത്ത് അത് ഇറക്കുമതി ചെയ്യാൻ ഇറക്കുമതി ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
സ്പ്ലിറ്റ് വ്യൂവിൽ നിന്ന് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട വിവിധ ഇടപാടുകൾ കാണുന്നതിന് ട്രാൻസാക്ഷൻസ് ടാബിലേക്ക് മാറുക. ഉപഭോക്താക്കൾക്കായി വിൽപ്പന ഇടപാടുകൾ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ. അതേസമയം വിതരണക്കാർക്ക് വാങ്ങൽ ഇടപാടുകൾ മാത്രമേ കാണിക്കൂ. സ്റ്റേറ്റ്മെന്റ് ടാബിൽ നിന്ന് ഉപഭോക്താവിന്റെ ഒരു ഉപഭോക്തൃ പ്രസ്താവന സൃഷ്ടിക്കുക. നിങ്ങൾക്ക് വ്യത്യസ്ത തീയതി ഫിൽട്ടറുകളും പ്രയോഗിക്കാം. എല്ലാ കോണ്ടാക്റ്റുകളും അല്ലെങ്കിൽ വിതരണക്കാരും അല്ലെങ്കിൽ ഉപഭോക്താക്കളും എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്കുചെയ്യുക. കയറ്റുമതി ചെയ്ത ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ലിങ്ക് ക്ലിക്കുചെയ്യുക. മുൻഗണനകൾ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കോണ്ടാക്റ്റ് മുൻഗണനകളിലേക്ക് വേഗത്തിൽ നീങ്ങുക. ഗിയർ ഐക്കൺ ഡ്രോപ്പ് ഡൗൺ അല്ലെങ്കിൽ കോളം ഹെഡറിൽ ക്ലിക്കുചെയ്ത് നിങ്ങൾക്ക് വ്യത്യസ്ത സോർട്ട് ഓപ്ഷനുകൾ പ്രയോഗിക്കാനും കഴിയും.